ബിഗ് ത്രീ അനിമേസിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്, വിച്ച് ആർ വൺ പീസ്, നറൂട്ടോ ആൻഡ് ബ്ലീച്ച്. ഇതിലെ വൺ പീസ് ആൻഡ് നറൂട്ടോന് നല്ല റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബ്ലീച്ച് ഇപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു അനിമേ ജമ്മാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ബ്ലീച്ച് കാണാനായിട്ടുള്ള രണ്ട് ബിഗ് റീസൺസ് ആണ് പറയാൻ പോകുന്നത്. ദാറ്റ് ആർ ബാങ്കായ് ആൻഡ് ദ മാസ്റ്റർ മൈൻഡ് ഐസൻ. നിങ്ങൾ വിശ്വസിക്കുമോ, സോസ്കെ ഐസൻ ഈ ബ്ലീച്ച് സീരീസിലെ ഹീറോ പോലുമല്ല, ഹീസ് എ വില്ലൻ ഇൻ ദ സീരീസ്. നമ്മൾ സാധാരണ ഏതൊരു അനിമെ കാണുമ്പോഴും അതിലെ ഫോക്കസ് എപ്പോഴും അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സിനായിരിക്കും. പക്ഷെ ഇവിടെ ഇതിലെ സൈഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇതിലെ വില്ലൻസിന് വരെ നല്ല പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലീച്ചിനെ പറ്റി അറിയണമെങ്കിൽ ഇതിലെ ക്രിയേറ്ററിനെ പറ്റി അറിയണം. അതാണ് ടൈറ്റേ കൂബോ. ടൈറ്റേ കൂബോ നമ്മളെ പോലെ ഉള്ള ഒരു സാധാരണക്കാരനായിരുന്നു. ഹി ലവ്ഡ് മാങ്കാസ് ലൈക്ക് ഡ്രാഗൺ ബോൾ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉള്ള മാങ്കാസും പുള്ളിക്ക് ഇഷ്ടമായിരുന്നു. ഈ ഒരൊറ്റ വ്യക്തിയാണ് ബ്ലീച്ച് എന്ന മാസ്റ്റർ പീസിന്റെ ക്രിയേറ്റർ. ബ്ലീച്ച് 2001 മുതൽ 2015 വരെ സീരിയലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ബ്ലീച്ച് ഷോനൻ ജമ്പിൽ നിന്ന് വരെ റിജക്ട് ആയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ബ്ലീച്ച് നടത്തിയ കംബാക്ക് ഒരു അനിമെ ആൻഡ് മാങ്ക ഇൻഡസ്ട്രിയിലും ഇതുവരെ ആരും നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് ജുജുത്സു കൈസൻ, ഡീമൺ സ്ലെയർ, ബ്ലാക്ക് ക്ലോവർ ആൻഡ് മൈ ഹീറോ അക്കാഡമി ഇഷ്ടമാണോ എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ എല്ലാ അനിമേസും ബ്ലീച്ച് എന്ന് പറയുന്ന സീരീസിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഷോക്കിംഗ് അല്ലേ? ഡീമൺ സ്ലെയറിലെ ഹാഷിറ സിസ്റ്റം ബ്ലീച്ചിലെ ഗോട്ടെ 13ന്റെ ക്യാപ്റ്റനെ കണ്ടാണ് ഇൻസ്പയർ ആയിരിക്കുന്നത്. ഈവൻ ജെജെകയുടെ ഡൊമൈൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിയോകി തെങ്കായ് ബ്ലീച്ചിലെ ബാങ്കായ് എന്നൊരു ഒറ്റ വാക്കിൽ നിന്നാണ് ടേം എടുത്തിരിക്കുന്നത്. ബ്ലീച്ചിലെ സൈഡ് ക്യാരക്ടേഴ്സ് പോലും വളരെ നൈസ് ആയിട്ടാണ് നമ്മുടെ മെമ്മറീസിൽ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരു യുണീക്ക് റോൾ ഉണ്ട് ആൻഡ് ഇതിലെ വില്ലന്മാർ വരെ എപ്പോഴും കുറെ പേരുകളുടെ ഫേവറേറ്റ് ആണ്. വില്ലനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു വേൾഡ് ഫേമസ് ആന്റഗോണിസ്റ്റിന്റെ കാര്യം പറയേണ്ടത്. ഹി ഈസ് നൺ അതർ ദാൻ ദ മാസ്റ്റർ മൈൻഡ് സോസ്കെ ഐസൻ. ബ്ലീച്ചിന്റെ ഫുൾ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് ഒരു 15 വയസ്സുള്ള ഒരു യുവാവിനെ ബേസ് ചെയ്തിട്ടാണ്, ഹൂസ് നെയിം ഈസ് കുറോസാക്കി ഇച്ചിഗോ. ഇച്ചിഗോ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇച്ചിഗോന് സോൾ റീപ്പേഴ്സ് എന്നുള്ള ശക്തികൾ കിട്ടുകയാണ് ആൻഡ് ഇവിടെ നിന്നാണ് കഥയുടെ തുടക്കം. ഇച്ചിഗോ കുറെ യുദ്ധങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. അതിൽ സോൾ റീപ്പേഴ്സ് ഉണ്ട്, സ്പിരിറ്റ്സ് ലൈക്ക് ഹോളോസ് ആൻഡ് ഇവനിൽ നിന്നും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടെ ഉണ്ട്. ഇച്ചിഗോ ആരാണെന്നുള്ള തിരച്ചിൽ കൂടാണ് ഈ സീരീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയാമോ, ബ്ലീച്ച് സീരീസിൽ നടക്കുന്ന ഓരോ ഇവന്റ്സ് പോലും ഐസൻ എന്ന് പറയുന്ന ആ മാസ്റ്റർ മൈൻഡ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത പ്ലാനുകളാണ്. ഈവൻ നമ്മുടെ ഇച്ചിഗോയുടെ ജനനം മുതൽ അവൻ ഇതുവരെ കളിച്ച എല്ലാ ബാറ്റിൽസ് പോലും ഐസൻ എന്ന വ്യക്തിയുടെ മാനിപ്പുലേഷൻസ് ആണ്. ഐസൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് വില്ലൻ ഓർ മാനിപ്പുലേറ്റർ എ മാങ്ക ഓർ ആൻ അനിമെ ഹാസ് എവർ സീൻ. ഐസൻ മാത്രമല്ല, യുഹബാക്, ഉൽക്യൂറ, ഗ്രിംജോ, എസ്പാദാസ്, സ്റ്റൺ റൈറ്റേഴ്സ് ഇവരെല്ലാം ഒരു ക്ലാസ് ഉള്ള വില്ലൻസ് ആണ്. ബ്ലീച്ചിൽ കുറെ ലൊക്കേഷൻസ് ഉണ്ട്, ലൈക്ക് ഹ്യൂമൻ വേൾഡ്, സോൾ സൊസൈറ്റി, ഹെൽ, ഹുവേക്കോ മുണ്ടോ ആൻഡ് മെനി മോർ. ഓരോ ആർക്ക് തീരുമ്പോഴും ദ സ്റ്റോറി ഗെറ്റ്സ് മോർ ആൻഡ് മോർ എൻഗേജിങ്. അതിന്റെ കൂടെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേഴ്സണൽ ഗ്രോത്ത്, അവരുടെ പവർ ലെവൽസ്, അവരുടെ ഡിറ്റർമിനേഷൻ ഇതെല്ലാം തന്നെ കൂടുന്നുണ്ട്. ഈ ഒരു അനിമയെ കുറെ പേർ ഇടയ്ക്ക് തന്നെ കണ്ടിട്ട് ഇട്ടിട്ട് പോകാറുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ലോ പേസിംഗ് ആൻഡ് ഹ്യൂജ് ഫില്ലർ ആർക്സ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് ഇടയ്ക്ക് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന ലിസ്റ്റിൽ ബ്ലീച്ച് ആദ്യ സ്ഥാനത്തായിരുന്നു ഒരു ടൈമിൽ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ കുറച്ച് ക്ഷമയെടുത്ത് അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ഈ സീരീസിന് വേണ്ടി നിങ്ങൾക്ക് ടൈം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ദിസ് സീരീസ് ഈസ് എ ഹെൽ ലോട്ട് ഓഫ് വർത്ത് ഇറ്റ്. ബ്ലീച്ച് 2004 മുതൽ 2016 വരെ അനിമെ ഫോമിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്ലീച്ച് ഒരു വലിയ ബ്രേക്കിലോട്ടാണ് പോയത്. ഇപ്പോൾ ബ്ലീച്ച് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് അതിന്റെ പുതിയ അധ്യായമായ ബ്ലീച്ച് 1000 ഇയർ ബ്ലഡ് വാർ ആർക്കുമായിട്ട്. ഇതിലെ 2 കോഴ്സും തീർന്നിരിക്കുകയാണ് ആൻഡ് അടുത്ത കോർ ഇനി ഈ ഇയറിൽ തന്നെ റിലീസ് ആകുന്നതായിരിക്കും. ബ്ലീച്ചിന്റെ ഈ ഒരു കംബാക്ക് ആരും തന്നെ പ്രതീക്ഷിച്ചതേയില്ല. യെസ്, ബ്ലീച്ചിന്റെ പഴയ അനിമേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വന്നിരിക്കുന്നത് ഒരു ഹ്യൂജ് ചേഞ്ച് ആണ്. പക്ഷെ ദ OG ബ്ലീച്ചിന്റെ OST, ദാറ്റ് ഈസ് ദ ഒറിജിനൽ സൗണ്ട് ട്രാക്ക്, വാസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇപ്പോഴും ഇതിന്റെ OST ഇൻസ്പയർ ചെയ്ത് ആർട്ടിസ്റ്റുകൾ കുറെ ട്രാക്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദ 1000 ഇയർ ബ്ലഡ് വാർ വിൽ ഫോക്കസ് മോർ ഓൺ ദ ബാറ്റിൽ ബിറ്റ്വീൻ ക്വിൻസീസ് ആൻഡ് ദ സോൾ റീപ്പേഴ്സ്. ഇവിടെ നമുക്ക് പണ്ട് ടൈറ്റേ കൂബോ മാങ്കയിൽ എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങൾ വരെ അനിമയിൽ അഡാപ്റ്റേഷൻ നടക്കുന്നതായിരിക്കും. ഈവൻ ഐ എം വെയിറ്റിംഗ് ഫോർ സം യുണീക്ക് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബാങ്കായ്. ബ്ലീച്ച് അറിയാത്ത ആളുകൾ പറയും JJKയിലെ ഗോജോ നറൂട്ടോയുടെ കക്കാഷിയിൽ നിന്ന് ഇൻസ്പയർ ആണെന്ന്. ബട്ട് ദാറ്റ് ഈസ് റോങ്. ഈ ഗോജോ സെൻസെ ബ്ലീച്ചിന്റെ സോസ്കെ ഐസനെ വരെ വെല്ലുന്ന ഇന്റലിജന്റ് ക്യാരക്ടറായ കീസ്കെ ഊറഹാറയിൽ നിന്ന് ഇൻസ്പയർ ആയിരിക്കുന്നതാണ്. ഞാൻ പറയും, ബ്ലീച്ചിന്റെ പഴയ അനിമേഷൻ സ്റ്റൈൽ കണ്ടിട്ട് ആരും ഇതിനെ മാറ്റി വെക്കരുത്. കാരണം ഇതിലെ സ്റ്റോറി, ഫൈറ്റ്സ്, പ്ലോട്ട് ട്വിസ്റ്റ് എല്ലാം വേറെ റേഞ്ച് ആണ്. യെസ്, നിങ്ങൾക്ക് ഈ സീരീസിന്റെ പേസിംഗ് ആദ്യം ഇഷ്ടപ്പെടില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഗൂഗിളിൽ ഫില്ലേഴ്സ് ഇല്ലാത്ത എപ്പിസോഡ് നോക്കിയിട്ട് കാണുന്നതായിരിക്കും നല്ലോണം ബെറ്റർ ആയിരിക്കുന്നത്. ബ്ലീച്ചിന്റെ മാങ്ക എൻഡിങ്സ് വളരെ റഷ്ഡ് ആയിട്ടാണ് തീർത്തത് ബിക്കോസ് ക്യൂബോ സർ വാസ് ഫേസിംഗ് സം ഹെൽത്ത് ഇഷ്യൂസ് ബട്ട് സ്റ്റിൽ ഹി മാനേജ് ടു ഫിനിഷ് ഇറ്റ്. ഈ ഒരു റഷ്ഡ് എൻഡിങ്ങിനെ കമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 1000 ഇയർ ബ്ലഡ് വാർ ആർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ അനിമെ അഡാപ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. മാങ്കയിലില്ലാത്ത കുറെ കാര്യങ്ങളായിരിക്കും ഈ അനിമയിൽ കാണുന്നത്. 1000 ഇയർ ബ്ലഡ് വാർ ആർക്കിന്റെ പാർട്ട് 3 വരുന്നതിന് മുമ്പ് തന്നെ ബ്ലീച്ച് കണ്ട് തീർക്കൂ ആൻഡ് എൻജോയ് ദ സീരീസ് ഫ്രം ദിസ് ആർക്ക്. This video is fully dedicated to the fandom of Bleach and why you all should watch this. That's all for the Bleach series review.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അനിമെ വാച്ച് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ പറയുകയാണ്, ഡു നോട്ട് മിസ് ദിസ് മാസ്റ്റർ പീസ് ആൻഡ് ഗോട്ട് അനിമെ. ഈ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടിരിക്കുന്ന അനിമയിന് ഒരു നല്ല റെക്കഗ്നീഷൻ കിട്ടട്ടെ ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. ഐ എം സൈനിങ് ഓഫ്. സയോനാറ.